നമസ്കാരം. മുൻ കേന്ദ്രമന്ത്രിയും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാവുന്നതിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് എത്തുമ്പോൾ പ്രതിരോധം തീർത്ത് ബി.ജെ.പിയും. ഇതോടെ വിലയ്ക്ക് വാങ്ങൽ ചർച്ച കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാവുകയാണ്. അങ്ങനെ ഏഷ്യാനെറ്റ് മുതലാളി അതും വാങ്ങി എന്നായിരുന്നു വി വസീഫിന്റെ പരിഹാസം. ബി.ജെ.പി. അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്ന് ഉറപ്പായതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം. ഫേസ്ബുക്കിലെ വസീഫിന്റെ കുറിപ്പിന് അതേ നാണയത്തിൽ മറുപടി നൽകി ബി.ജെ.പി. നേതാവ് RS രാജീവും. CPM-ലെ വിലയ്ക്ക് വാങ്ങിയത് പിണറായി വിജയനാണ്. CPM-ന്റെ മുതലാളി പിണറായിയാണ്. ആ CPM ആണ് ബി.ജെ.പിയെക്കുറിച്ച് പറയുന്നത്. കഴിവും മികവുമുള്ള ബി.ജെ.പി. MP-ആയി മന്ത്രിസഭയിലും കഴിവ് തെളിയിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഹൃദയം കവർന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അമരത്ത് വരുമ്പോൾ CPM ഭയക്കുകയാണ്. കൂട്ടുത്തരവാദിത്വത്തോടുകൂടിയുള്ള ബി.ജെ.പിയുടെ പ്രവർത്തനം തകരുന്നത് CPM-ന്റെ മൂന്നാം അധികാരമോഹം. ഇതാണ് ഫേസ്ബുക്കിലൂടെ വസീഫിനും CPM-നും രാജീവ് നൽകുന്ന മറുപടി. ഇതോടെ വസീഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പല ചർച്ചകളിലേക്കും കാര്യങ്ങളെത്തിക്കും. ബി.ജെ.പി. സംഘടനാ കാര്യങ്ങളെപ്പറ്റി നിശ്ചയമില്ലാത്തയാളാണ് അധ്യക്ഷൻ ആയതെന്നും ഏത് മുതലാളി വന്നാലും ബി.ജെ.പി. കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ലെന്നുമായി വസീഫ് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇത്തരം പ്രതികരണങ്ങൾ ബി.ജെ.പി. പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം ബി.ജെ.പി. തീർക്കും. കേരളത്തിലെ ബി.ജെ.പി. തമാശയായി മാറുന്നു. പലതും പരീക്ഷിച്ച് നോക്കുകയാണ് ബി.ജെ.പി. പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല. സംഘടനാ കാര്യങ്ങളിൽ നിശ്ചയമില്ലാത്തയാളാണ് ബി.ജെ.പിയുടെ അധ്യക്ഷൻ ആകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാങ്ങിയതുപോലെ ബി.ജെ.പിയും രാജീവ് ചന്ദ്രശേഖർ വാങ്ങിയതായാണ് തോന്നുന്നത്. ആര് വന്നാലും RSSന്റെ രാഷ്ട്രീയം അവർ ഒളിച്ചു കടത്തും. കൂടുതൽ വർഗീയത പറയാൻ പറ്റുന്ന, മാധ്യമരംഗത്ത് ഇടപെടാൻ കഴിയുന്ന ഒരാളെ ബി.ജെ.പി. കൊണ്ടുവന്നതായിരിക്കും. പക്ഷേ ബി.ജെ.പി. കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല. അത് ഏത് മുതലാളി വന്നാലും മാറാൻ പോകുന്നില്ല. വി വസീഫ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത്തരം വാദങ്ങൾ വരും ദിനങ്ങളിലും ബി.ജെ.പിയുടെ രാഷ്ട്രീയ എതിരാളികൾ സജീവമാക്കും. ബി.ജെ.പി. ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രതിപക്ഷ നേതാവ് B.D. സതീശന്റെ വാക്കുകളും പൊതുസമൂഹത്തിലുണ്ട്. എന്തായാലും ഇതിനെ ഒറ്റക്കെട്ടായി ബി.ജെ.പി. പ്രതിരോധിക്കും. അധ്യക്ഷ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയ K. സുരേന്ദ്രന് പകരമാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പി. അധ്യക്ഷനായി നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. ഇന്ന് ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് വിമർശനങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ പ്രധാന ഓഹരി ഉടമയാണ് രാജീവ്. സജീവ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുമ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സ്വന്തമാക്കിയത്. കേന്ദ്രമന്ത്രിയാകും വരെ ചാനൽ ചെയർമാനായിരുന്നു. സജീവ രാഷ്ട്രീയം തുടങ്ങിയതോടെ ആ പദവി ഒഴിയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വസീഫിന്റെ പോസ്റ്റും അതിനുള്ള രാജീവിന്റെ പ്രതിരോധവും. രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി ബി.ജെ.പി. നേതൃത്വം നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും.